പരിപാവനമായ ശഅബാൻ മാസത്തിൻ്റെ അവസാനത്തെ മണിക്കൂറിലാണ് റമദാൻ തൊട്ടടുത്തെത്തിയിരിക്കുകയാണ്. ഈ സമയത്ത് റമദാനിലേക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഒരുക്കി വെക്കേണ്ടതുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ഇപ്പോഴേ ഓർത്തു വെക്കേണ്ടതുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, പറയേണ്ടതുണ്ട്, എല്ലാം വിശദമായിട്ട് ഒന്ന് ഓടിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രത്യേകം നമ്മൾ പറയുന്ന ഒരു 3 ദിക്റുകളുണ്ട്. ഈ 3 ദിക്റുകൾ എങ്ങനെയാണ് പറയേണ്ടത്, അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് വിശദമായി നമുക്ക് കേൾക്കാം, പഠിക്കാം. പല ആളുകൾക്കും സംശയം, ഉസ്താദെ നോമ്പിൻ്റെ നിയ്യത്ത് വെക്കേണ്ടത് എപ്പോഴാണ്, രാത്രിയാണോ പകലാണോ, നിയ്യത്ത് മറന്നുപോയാൽ ആ നോമ്പ് കിട്ടുമോ, പിന്നെ ഒരാൾ നോമ്പ് പിടിക്കാൻ പറ്റിയില്ല എങ്കിൽ അയാൾക്ക് പകലിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ, അതോ നോമ്പുകാരനെ പോലെ കഴിയണോ, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ. അതോടൊപ്പം തന്നെ ഉസ്താദെ ഈ റമദാൻ മാസത്തിലെ നോമ്പ്, ഈ നോമ്പ് പിടിച്ചാൽ നമുക്ക് ഒരുപാട് ആരോഗ്യമുണ്ടാകുമെന്ന് കേട്ടിട്ടുണ്ട്. ഈ പട്ടിണി കിടന്നാൽ ആരോഗ്യമുണ്ട്, നമുക്ക് ഭക്ഷണം കഴിച്ചാലല്ലേ ഉസ്താദെ ആരോഗ്യമുണ്ടാകൂ? ഈ 13 മണിക്കൂറൊക്കെ പട്ടിണി കിടന്നാൽ ഒന്നും കഴിക്കാതിരുന്നാൽ എങ്ങനെയാണ് ആരോഗ്യമുണ്ടാവുക എന്ന് ചില ആളുകൾ ചോദിച്ചേക്കാം. അതിൻ്റെ പിറകിൽ ഒരുപാട് മറുപടിയുണ്ട്. അതിൽ ചിലത് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. ഈ പരിശുദ്ധമായ റമദാനിൽ എല്ലാ ഉമ്മമാരും സഹോദരിമാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പം തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. അതായത് റമദാനിലെ 30 നോമ്പിൻ്റെയും പ്രതിഫലം നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ ഇപ്പോൾ തന്നെ ഇന്നത്തെ ദിവസം തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരു കാര്യം ചിന്തിക്കണം. അതിന് നിസ്കാരമില്ലാത്ത അശുദ്ധിയുള്ള സമയമാണെങ്കിൽ പോലും ഇൻഷാ അല്ലാഹ് റമദാനിലെ 30 നോമ്പിൻ്റെയും പ്രതിഫലം കിട്ടുന്ന ചെറിയൊരു കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി മനസ്സിൽ. ഏതാണ് ആ കാര്യം? വിശദമായി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. ഇത് നിങ്ങൾ മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അൽഹംദുലില്ലാഹ് വിശുദ്ധമായ ശഅബാൻ മാസത്തിൻ്റെ അവസാനത്തെ മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പരിപാവനമായി നമ്മളൊക്കെ 2 മാസത്തോളം ദുആ ചെയ്ത് നമ്മുടെ അതിഥി ഇതാ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. മൂപ്പരിനി വീട്ടിലേക്ക് വരേണ്ട താമസം എന്ന് തന്നെ ഒരു തമാശ രൂപത്തിൽ പറഞ്ഞാൽ അങ്ങനെ. കാരണം റമദാൻ ഇതാ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. അള്ളാഹു തആല റമദാനിനെ പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കുവാനും അതിനെ പ്രയോജനപ്പെടുത്താനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് പരിശുദ്ധമായ ശഅബാൻ മാസത്തിൻ്റെ അവസാനത്തെ തിങ്കളാഴ്ച രാവാണ്. അപ്പോൾ ഇന്ന് പരിശുദ്ധമായ ശഅബാൻ മാസത്തിൻ്റെ 28ാമത്തെ ദിനത്തിലാണ്. നാളെ തിങ്കളാഴ്ച 29, നാളെ മഗ്‌രിബോടുകൂടി നമ്മളൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ആദ്യത്തെ രാവായിരിക്കാം. ഒരു പക്ഷേ വളരെ ആകാംക്ഷയോടുകൂടിയാണ് ഓരോ മുഅ്മിനായ മനുഷ്യനും കാത്തിരിക്കുന്നത്. ഒരാകാംക്ഷയില്ലാത്ത ആളുകൾക്ക് എന്തുട്ട് റമദാൻ? ഇപ്പോൾ ഇന്ന് തന്നെ ഞായറാഴ്ചയാണ്, അവസാന കൊട്ടിക്കലാശമാണ്. ഏതായാലും ഇനി പള്ളിയിൽ കയറണം, ഏതായാലും നോമ്പ് പിടിക്കണം. അപ്പോൾ ഈ അവസാനത്തെ നിമിഷം ഒന്ന് അടിച്ചു പൊളിച്ചേക്കാം. ഇപ്പോൾ പല ആളുകളും ടൂറിന് പോകുന്നു, പല ആളുകളും ട്രിപ്പിന് പോയിട്ട് മടങ്ങി വരുന്നൊരു അവസ്ഥ. ചില ആളുകൾ ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ സിനിമകളൊക്കെ കണ്ടിട്ട് ആ സിനിമകളൊക്കെ ഷൂട്ടിംഗ് ചെയ്ത സ്ഥലത്തേക്കൊക്കെ പോവുകയാണ്. എന്തോ ഗുണ പോയിന്റ് എന്നൊക്കെ പറഞ്ഞ് സ്ഥലത്തേക്കൊക്കെ പോവുകയാണ്. അതൊക്കെ പോകുന്ന നമ്മുടെ ഈ മുസ്ലിം സമുദായത്തിലെ നമ്മുടെ ചെറുപ്പക്കാർ തന്നെ. പോകണ്ടെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ നമുക്കൊരാഗ്രഹമുണ്ടാകും. പക്ഷേ റമദാനിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ പവിത്രതയൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് ദുനിയാവിലെ ഏത് സ്ഥലം കാണാൻ പോയിട്ടും ഒരു കാര്യവുമില്ല. പറഞ്ഞു വന്നത് പരിശുദ്ധമായ ശഅബാൻ മാസത്തിൻ്റെ അവസാനത്തെ ദിനങ്ങളിലൂടെ അവസാനത്തെ സമയത്താണ് ഉള്ളത്. നാളെ മഗ്‌രിബോടുകൂടി ഒരു പക്ഷേ നിലാവ് കണ്ടാൽ ചൊവ്വാഴ്ച നമുക്ക് റമദാൻ 1 ആയിരിക്കും, ഇല്ലെങ്കിൽ ബുധനാഴ്ചയായിരിക്കും റമദാൻ 1. ഈ ഒരു സമയത്ത് റമദാനിനോട് അടുത്ത് നിൽക്കുന്ന ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സ്വഹാബിമാരോട് ഒരുപാട് നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു. ഒരുപാട് നിർദ്ദേശങ്ങൾ. സ്വഹാബത്തെ അവസാനത്തെ രാവുകളാണ്, ഇനി റമദാനിലേക്ക് എത്തുമോ എന്ന് തന്നെ സംശയമാണ്. ഇന്നത്തെ കാലത്ത് നമുക്കറിയാമല്ലോ, ഒരുപാട് അപകട മരണങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ, വളരെ മോശപ്പെട്ട മരണങ്ങൾ കൂടിക്കൊണ്ട് ഏത് സമയത്താണ് ആരാണ് മരിക്കുന്നത് അറിയില്ല. അപ്പോൾ ഈ റമദാനിലേക്ക് തൊട്ടടുത്ത് വന്നിട്ട് റമദാനിലേക്ക് പ്രവേശിക്കാൻ പറ്റാതെ മരണപ്പെട്ടു പോയാൽ അത് വലിയൊരു നഷ്ടമാണ്. നമ്മളൊരു സ്വഹാബിയുടെ ചരിത്രമൊക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിരുന്നല്ലോ അല്ലേ? അതായത് 2 പേര് മരണപ്പെട്ടിട്ട് ഒരാൾ ഷഹീദായിട്ട് മരണപ്പെട്ടു, ഒരാൾ സാധാരണ മരണം. ഷഹീദിനേക്കാൾ വേഗത്തിൽ സ്വർഗത്തിൽ പോയത് സാധാരണ മരണം സംഭവിച്ച സ്വഹാബിയാണ്. അപ്പോൾ സംശയം ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞത് ആ ഷഹീദായ സ്വഹാബിയേക്കാൾ 2-3 റമദാനുകൾ
കൂടുതൽ കിട്ടിയ ആളാണ്, അതുകൊണ്ടാണ് ഇയാൾ ആദ്യം സ്വർഗത്തിൽ പോകാനുള്ള കാരണം എന്ന് നമ്മൾ പറഞ്ഞ് അത് കേട്ടതാണ്, ആ ചരിത്രം നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇത്രമാത്രം റമദാൻ അടുത്തു വന്നിട്ട് റമദാനിലേക്ക് പ്രവേശിക്കാതെ മരണപ്പെട്ടു പോകുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു നഷ്ടമാണ്. അതുകൊണ്ട് നല്ലതുപോലെ ദുആ ചെയ്യണം, ഇസ്തിഗ്ഫാർ പറയുക, അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്ർ പറയുക. നമ്മൾ ഒരു അതിഥിയെ സ്വീകരിക്കുമ്പോൾ അകത്തൊന്നും വെക്കാതെ തുറന്ന മനസ്സോടെയായിരിക്കണം റമദാനാകുന്ന അതിഥിയെ നമ്മൾ സ്വീകരിക്കേണ്ടത്. പരിശുദ്ധമായ റമദാൻ, എത്രയോ ആളുകളാണ് ഈ റമദാൻ അല്ലാഹുവേ കാലം മുഴുവനും ഞങ്ങൾക്ക് നോമ്പായിരുന്നെങ്കിൽ, ഈ വർഷം മുഴുവനും റമദാൻ ആയിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി അങ്ങനെ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് റമദാനിൽ അല്ലാത്ത സമയത്തൊക്കെ ഒരുപാട് സുന്നത്ത് നോമ്പ് പിടിക്കുന്ന ആൾ, ഇപ്പൊ നാളെ തിങ്കളാഴ്ചയാണല്ലോ, നാളെയും സുന്നത്ത് നോമ്പ് പിടിക്കുന്ന ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട്. ഒരു കാര്യം പറയട്ടെ, നാളെ നിങ്ങൾക്ക് നോമ്പ് പിടിക്കാൻ പ്രശ്നമൊന്നുമില്ല, പക്ഷേ നാളെ നോമ്പ് പിടിച്ചതുകൊണ്ട് വരുന്ന ചൊവ്വാഴ്ച ബുധനാഴ്ചയൊക്കെ നോമ്പ് പിടിക്കാൻ പറ്റാതെ പോയാൽ നാളത്തെ നോമ്പ് കൊണ്ട് വലിയ ശിക്ഷയായിരിക്കും കിട്ടുക. അപ്പോൾ നാളെ നോമ്പ് പിടിച്ചാൽ എനിക്ക് ആരോഗ്യത്തിനൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അങ്ങനെയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് കുഴപ്പമില്ല. പിന്നെ ആരോഗ്യം തരുന്നത് പടച്ചവനാണ്. അപ്പോൾ നാളത്തെ നോമ്പ് പിടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇപ്പോൾ റമദാനിൽ ഖളാ ആയിപ്പോയ നോമ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ റമദാനിന് മുമ്പ് ഖളാ വീട്ടാനുള്ള ആളുകളാണെങ്കിൽ നാളെ എന്ത് ചെയ്യുക, നോമ്പ് പിടിക്കുന്ന സമയത്ത് നിയ്യത്ത് വെക്കുക, കഴിഞ്ഞ റമദാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പ് ഇതിൻ്റെ കൂടെ ഞാൻ ഖളാ വീട്ടുന്നു എന്ന് നമ്മൾ നിയ്യത്ത് വെക്കുക. പിന്നെ അതുപോലെ തിങ്കളാഴ്ച ദിവസത്തിൻ്റെ സുന്നത്തായ നോമ്പ്. അപ്പോൾ ആ നോമ്പ് പിടിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, റമദാൻ വരുന്നു, റമദാനിലേക്കുള്ള നോമ്പിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടാകുന്ന തരത്തിലാണെങ്കിൽ നാളെ നോമ്പ് പിടിക്കാൻ നിൽക്കരുത്. അതായത് ഫർള് നോമ്പ് നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ സുന്നത്ത് നോമ്പ് പിടിക്കേണ്ട കാര്യമില്ല. ഈ നോമ്പ് തന്നെ എത്ര വലിയ അത്ഭുതമാണ്. റമദാൻ മാസമാകുമ്പോൾ നമ്മളൊക്കെ കേൾക്കുന്ന ഒരു ആയത്താണ്. എൻ്റെ വായിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കാം, നിങ്ങളുടെ പരിസരത്തുള്ള പള്ളിയിലെ ഉസ്താദുമാരൊക്കെ കേൾക്കും. എന്താ? വിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ്സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അല്ലയോ മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു, നിങ്ങളുടെ മുൻഗാമികൾക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ്. എന്തിനാണ് നോമ്പ് നിർബന്ധമാക്കിയത്? നോമ്പ് പിടിക്കുന്നതിൻ്റെ ഏറ്റവും ഉത്തമമായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാവാനാണ്. ഈ നോമ്പ് പിടിച്ചിട്ട് വേണം കുറച്ച് കൊളസ്ട്രോൾ കുറയാൻ, കുറച്ച് ഷുഗർ കുറയ്ക്കാൻ, അല്ലെങ്കിൽ യൂറിക് ആസിഡ് കുറയ്ക്കാൻ, അല്ലെങ്കിൽ കുറച്ച് തടി കുറക്കണം, ഒരു 80 കിലോ ഉണ്ട് 72 ആക്കണം. അങ്ങനെയുള്ള ചിന്തയിൽ ആരും നോമ്പ് പിടിക്കരുത്. അങ്ങനെയുള്ള ചിന്തയിൽ ആ നോമ്പ് പിടിച്ചാൽ നോമ്പിന്റെ പ്രതിഫലം കിട്ടൂല. പിന്നെന്താണ്, നമ്മൾ ആ വെയിറ്റ് കുറച്ചതിന്റെ ആ ഒരു ബെനിഫിറ്റ് നമുക്ക് ഈ ദുന്യാവിൽ കിട്ടുമെന്നല്ലാതെ നോമ്പ് പിടിച്ച പ്രതിഫലം അള്ളാഹിന്റെ ഭാഗത്ത് നിന്ന് കിട്ടൂല. അപ്പൊ അതുകൊണ്ട് നോമ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അത് തഖ്വയുണ്ടാവലാണ്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കലാണ്. അപ്പൊ വിശുദ്ധമായ റമദാൻ മാസം വരുന്നു. ഈ റമദാൻ മാസത്തിൽ നമ്മൾ പിടിക്കുന്ന നോമ്പിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കണം? നമ്മുടെ ഈമാനും നമ്മുടെ തഖ്വയും വർദ്ധിപ്പിക്കലാവണം. പിന്നെ നോമ്പ് പിടിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ചില ശാരീരികമായ ഗുണങ്ങൾ ഉണ്ടാകും, അല്ലെ? ശരീരത്തിലെ മൃതകോശങ്ങളുണ്ട്. ഓരോ സ്ഥലത്തും ഒരുപാട് കോടിക്കണക്കിന് കോശങ്ങളുണ്ട്, കോശങ്ങൾ. അപ്പോൾ നമുക്ക് ഈ നോമ്പ് പിടിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശരീരത്തിലുള്ള മൃതകോശങ്ങൾ, അതായത് ചീത്ത കോശങ്ങൾ അവൻ്റെ ശരീരത്തിൻ്റെ മുകളിലേക്ക് വന്ന് അടിയിൽ നല്ല കോശങ്ങൾ വേഗത്തിൽ വളരുമെന്നാണ്. അതായത് ശരീരത്തിന് ആരോഗ്യമുണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഡോക്ടർമാർ പറയുന്നത്, വ്രതമെടുക്കുന്ന ആളുകൾ, എല്ലാ മതത്തിലും നോമ്പുണ്ട്. ക്രൈസ്തവർക്ക് നോമ്പുണ്ട്, ഹൈന്ദവർക്ക് നോമ്പുണ്ട്. നമ്മുടെ നോമ്പ് എന്ന് പറഞ്ഞാൽ അത് അവരുടെ നോമ്പിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ 2024 ഏകദേശം ഒരു 13-13.5 മണിക്കൂർ നമ്മൾ നോമ്പുകാരാണ്. നമ്മളൊന്നും കഴിക്കാതെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ടാകും. നമ്മുടെ ആമാശയം അത് ഫ്രഷ് ആകും. നമ്മുടെ കരളിൻ്റെ ജോലി ഒന്ന് കുറയുകയാണ്. ഒരുപാട് പേര് ഫാറ്റി ലിവർ എന്ന് പറയുന്ന അസുഖം കൊണ്ട് പ്രയാസം, ആണും പെണ്ണുമൊക്കെ പ്രയാസപ്പെടും, പ്രത്യേകിച്ച് നമ്മുടെ കൗമാണ്. കാരണം എന്താണ്? സമൂസ കഴിക്കുന്നു, ബിരിയാണി കഴിക്കുന്നു, അതുപോലെ ഐസ്ക്രീം കഴിക്കുന്നു, പിന്നെ ജ്യൂസ് കുടിക്കുന്നു. ഇതിങ്ങനെ ചെന്ന് ഇതെല്ലാം കൂടി നോക്കുന്നത് നമ്മുടെ കരളാണ്. അപ്പോൾ ആ കരളിന് നോമ്പ് പിടിക്കുന്ന സമയത്ത് വലിയൊരു റാഹത്ത്, ഒരു വിശ്രമം കിട്ടും. പറയുകയാണെങ്കിൽ ഒരുപാട് നേട്ടമുണ്ട്, ചുരുക്കി മൊത്തത്തിൽ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ശാരീരികമായ ഒരുപാട് നേട്ടങ്ങൾ നമുക്കുണ്ട്, മാനസികമായ നേട്ടങ്ങൾ ഈ നോമ്പിനോട് നമുക്ക് കിട്ടാനുണ്ട്. പക്ഷെ ഇതൊന്നുമല്ല നോമ്പിൻ്റെ യഥാർത്ഥ ലക്ഷ്യം. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ എന്താവണം? തഖ്വയുള്ളവരായി മാറാൻ വേണ്ടിയാണ്. പിന്നെയോ പരിശുദ്ധമായ റമദാൻ മാസം വരികയാണ്. നാളെ ഇൻഷാ അല്ലാഹ് നമുക്കത് വിശദമായിട്ട് പറയാം. ഇന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു പോകുന്നു. റമദാൻ 1 ആണെന്നറിഞ്ഞാൽ
നിലാവ് കണ്ടു എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ പറയണം അൽഹംദുലില്ലാ എന്നുള്ളൊരു വാക്ക് പറയണം. എന്നിട്ടോ അല്ലാഹുമ്മ അഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി വത്തൗഫീഖ് ലിമാ തുഹിബ്ബു വതർളാ റബ്ബുനാ വറബ്ബുക അല്ലാഹ് എന്നെങ്ങാനും നിലാവ് കണ്ടതിൻ്റെ ആ രാത്രി, അതായത് റമളാൻ ഒന്നാമത്തെ ആ രാവിൽ നമുക്ക് പറയാൻ പറ്റിയാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതം റാഹത്തായി എല്ലാവിധ ഖൈറിലായി ഈ ഒരു മാസം നമുക്ക് അനുകൂലമാകും. അപ്പോൾ റമളാൻ ഒന്നാണെന്നറിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഈ ദുആ മറന്നു പോകരുത്. അതുപോലെ തന്നെ നമുക്ക് പറ്റുന്നത് പോലെ, കാരണം ഇപ്പോൾ റമളാൻ ഒന്നാണെന്ന് അറിഞ്ഞാൽ പിന്നെ തറാവീഹ് നിസ്കാരത്തിൻ്റെ തിരക്ക്, പിന്നെ പള്ളിയിൽ പോകാനുള്ള ഒരു വല്ലാത്തൊരു ഹാലായിരിക്കും ആ സമയത്ത്. അല്ലാഹു തആല അതിന് തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഓതാൻ പറ്റിയാൽ ഏറ്റവും നല്ല ശ്രേഷ്ഠതയുള്ള ഒരു അമലാണ് സൂറത്തുൽ മുൽക്ക് ഓതാൻ വിട്ടുപോകരുതേ. സാധാരണ നമ്മൾ ഓതുന്നതാണ് സൂറത്തുൽ മുൽക്ക് നമ്മൾ പാരായണം ചെയ്യണം. കാരണം എന്താ, സൂറത്തുൽ മുൽക്കിന് 30 ആയത്താണ്. ഈ 30 ദിവസത്തേക്കുള്ള കാവൽ നമ്മൾ ആദ്യത്തെ ദിവസത്തിൽ തന്നെ വാങ്ങുകയാണ്. മാത്രമല്ല നാളെ ഒരുപക്ഷെ നിലാവ് കണ്ടാൽ നാളെ രാത്രി എന്തുണ്ടാകും? തറാവീഹ് നിസ്കാരമുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ടല്ലോ, മൻ ഖാമ, ഒരു മനുഷ്യൻ രാത്രി നിസ്കരിച്ചാൽ ഈമാനം വഹ്തിസാബ, അവൻ ഈമാനോടുകൂടി അതുപോലെ തന്നെ വഹ്തിസാബൻ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ രാത്രി നിന്ന് നിസ്കരിച്ചാൽ അവൻ്റെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ്. എത്ര പാപം എന്ന് പറഞ്ഞില്ല, ചെറുതാണോ വലുതാണോ എന്നും പറഞ്ഞില്ല, പാപങ്ങളിൽ എന്തെല്ലാം പെടുമോ അതെല്ലാം അള്ളാഹു തആല പുറത്തു തരും. നാളത്തെ തറാവീഹ് നിസ്കാരം, വിത്ർ നിസ്കാരം ഉൾപ്പെടെ നമ്മൾ നിസ്കരിച്ച പല ആളുകളും റമളാൻ ഒന്നായിട്ടില്ലല്ലോ, അല്ലെങ്കിൽ റമളാൻ ഒന്നല്ലേ ആയിട്ടുള്ളൂ, ഇനി 2, 3 കിടക്കുന്നല്ലോ, 27 രാവിനൊക്കെ അല്ലേ കൂലി കൂടുതലുള്ളത്, അപ്പോൾ ആ സമയത്ത് നമുക്ക് നിസ്കരിക്കാമെന്നൊക്കെ പറഞ്ഞ് പല ചെറുപ്പക്കാരും എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ചില ജോലി തിരക്കിൻ്റെ കാര്യം പറഞ്ഞ്, അല്ലെങ്കിൽ പഠനത്തിൻ്റെ കാര്യം പറഞ്ഞ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, തറാവീഹ് നമസ്കാരം ഉപേക്ഷിക്കാറുണ്ട്. നമ്മൾ ഏത് സുന്നത്ത് നിസ്കാരം ഉപേക്ഷിച്ചാലും തറാവീഹ് ഉപേക്ഷിക്കല്ലേ, കാരണം വലിയ ശ്രേഷ്ഠതയാണ്. പിന്നെ ഈ തറാവീഹിനേക്കാൾ ശ്രേഷ്ഠതയുള്ളതാണ് ഏത്, നമ്മുടെ ഫർദ് നിസ്കാരത്തിന് മുമ്പും ശേഷമുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരം. ഒരു മനുഷ്യൻ ഇശായൊക്കെ നിസ്കരിച്ചിങ്ങനെ കാത്തിരിക്കുക എന്തിനാ, തറാവീഹിന് വേണ്ടി അല്ല, അവന് ഇശായിന് ശേഷമുള്ള 2 റക്അത്ത് റവാത്തിബ് നിസ്കരിക്കണം, എന്നിട്ടായിരിക്കണം അവൻ എന്ത് ചെയ്യേണ്ടത്, തറാവീഹ് നിസ്കരിക്കേണ്ടത്. തറാവീഹ് നിസ്കാരത്തിൻ്റെ ഒക്കെ ചരിത്രം എത്രയോ വിശാലമാണ്, ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് പറയാം. അപ്പോൾ പറഞ്ഞു വന്നത് തറാവീഹ് നമസ്കാരം, വിത്ർ നിസ്കാരം അല്ലെ, റമളാനിൽ മാത്രം ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരമാണ് വിത്ർ നിസ്കാരം. അതുപോലെ തന്നെ ഓരോ രാത്രിയിലും നമ്മൾ നാളത്തെ നോമ്പിന് വേണ്ടി നിയ്യത്ത് വെക്കണം. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദമായിട്ട് പറയാം. പിന്നെ ചില ആൾക്കാർ ഇപ്പോഴേ മനസ്സിൽ ഇടയത്താഴമൊന്നും വേണ്ട, എന്നിട്ട് വലിയൊരു ഗമ്മായിട്ട് പറയും, ഞാൻ ഇന്നലെ നോമ്പ് പിടിച്ചത് ഇടയത്താഴം കഴിക്കാതെ, അതിലെന്താ ഒന്നുമില്ല. പക്ഷെ അങ്ങനെയല്ല, ഇടയത്താഴം കഴിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം കുടിക്കുകയോ ഒരു കാരക്ക തിന്നുകയോ ഒരു ഈത്തപ്പഴം തിന്നുകയോ അത് മതി, അതിലെന്താ ഒരു ബറക്കത്ത് ഉണ്ടെന്നാണ്, അതൊരു ബറക്കത്തുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പള്ളിയിലേക്ക് കയറുന്ന സമയത്തൊക്കെ ഇഅ്തികാഫിൻ്റെ നിയ്യത്ത് മനസ്സിൽ കരുതുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് മൊത്തത്തിൽ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ വിശുദ്ധമായ റമളാൻ, ആ റമളാൻ മാസത്തിൻ്റെ 1 to 30 വരെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്ന വ അഊദു ബിക മിനന്നാർ. ആ ദിക്ർ നമ്മൾ മറന്നു പോകരുതേ. നമുക്കെല്ലാവർക്കും പറയാം, ഒന്ന് പറഞ്ഞേ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്ന വ അഊദു ബിക മിനന്നാർ. അതുപോലെ തന്നെ ആദ്യത്തെ 10 നമ്മൾ പറയുന്നു അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുവേ ഇർഹംനി യാ അർഹമർ റഹീമീൻ, കരുണയുള്ള അല്ലാഹ് എനിക്ക് നീ കരുണ ചെയ്യണേ എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ രണ്ടാമത്തെ 10 നമ്മൾ പറയുന്നു അല്ലാഹുമ്മ ഗുഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, അല്ലാഹുവേ എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണേ അല്ലാഹ് എന്നാണ് അതിൻ്റെ അർത്ഥം. മൂന്നാമത്തെ 10 നമ്മൾ 2 ദുആ പറയാറുണ്ട്. ഒന്ന് അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വ അദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ, അല്ലാഹുവേ പടച്ചവനെ കത്തിക്കാളുന്ന നരകത്തിൽ നിന്നും മോചിപ്പിക്കണേ അല്ലാഹ്, സ്വർഗ്ഗത്തിലേക്ക് കടത്തണേ അല്ലാഹ്. അതുപോലെ തന്നെ മൂന്നാമത്തെ 10 പറയുന്ന രണ്ടാമത്തെ ദുആ അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുവേ പടച്ചവനെ നീ മാപ്പ് ചെയ്യുന്നവനാണ്, നീ മാപ്പിനെ ഇഷ്ടപ്പെടുന്നവനാണ്, അതുകൊണ്ട് റബ്ബേ നീ എനിക്ക് മാപ്പ് തരണേ അല്ലാഹ്. ആ ദിക്ർ പറയാറുണ്ട്. അതുപോലെ നമ്മൾ 1 to 30 വരെ പറയുന്ന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. ആരാധനക്കർഹൻ അല്ലാഹുവേ നീ അല്ലാതെ മറ്റാരുമില്ല, അല്ലാഹു നീ എൻ്റെ പാപങ്ങൾ പുറത്തു തരണം, നീ എന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കണം, നരകത്തിൽ നിന്ന് മോചനം തരണം. ഇതാണ് അതിൻ്റെ ഏകദേശ അർത്ഥം. അപ്പോൾ ഈ ഒരു ദിക്റുകളൊക്കെയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ റമളാനിൽ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ടത്.
എത്ര തിരക്കുണ്ടെങ്കിലും മഗ്‌രിബിന് തൊട്ട് മുമ്പ് ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ ആ തിരക്കുകൾ മാറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്ർ നമ്മൾ പ്രത്യേകം പറയാൻ സാധിക്കും. പ്രത്യേകിച്ച് ഉമ്മമാരൊക്കെ ആ സമയത്ത് നാരങ്ങ വെള്ളം കലക്കി കൊണ്ടിരിക്കുന്നു, ചായക്ക് മധുരം ഇടുന്നു, ആ സമയത്ത് വല്ലാത്ത തിരക്കായി മാറരുത്. ആ സമയത്ത് ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങളും പടച്ചോനും തമ്മിലുള്ള ആ ഒരു ബന്ധം ഊട്ടിയുറപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു, പക്ഷെ നമുക്ക് വേണ്ടി ജീവിക്കാൻ ഉമ്മമാർ മറന്നു പോവുക. അങ്ങനെയല്ല, അള്ളാഹുവിനോടുള്ള ബാധ്യത നിർവഹിച്ചിട്ട് വേണ്ടേ നമ്മൾ മറ്റുള്ളവരോട് ബാധ്യത നിർവഹിക്കാൻ. അപ്പം അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പരിശുദ്ധമായ റമളാൻ മാസം വരികയാണ്. റമളാനിനെ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത്? പിണക്കങ്ങൾ ഉണ്ടാക്കി മാറ്റിവെക്കണേ. പിണക്കമൊക്കെ മാറ്റിവെക്കാതെ റമളാന് വന്നിട്ട് തലകുത്തി മറിഞ്ഞിട്ട് ഒരു കുന്തവും കിട്ടാൻ പോകുന്നില്ല, വെറുതെയാണ്. ഇപ്പം നമുക്ക് എന്ത് സുഖം, നമ്മുടെ ഈ മൊബൈൽ ഉണ്ടെങ്കിൽ ആരോടാണോ പിണങ്ങിയത് അയാളുടെ നമ്പർ എടുത്തിട്ട് അസ്സലാമു അലൈക്കും, എടാ ഞാൻ അത് പറഞ്ഞതൊന്ന് പൊരുത്തപ്പെടണോട്ടാ, ഇനി മനസ്സിൽ വെക്കല്ല, റമളാനൊക്കെ വരുമല്ലേ, ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കാം, നീ എനിക്ക് വേണ്ടി ദ്വാരക്ക്. ബസ് അവൻ അത് കേൾക്കട്ടെ കേൾക്കാതിരിക്കട്ടെ, തീർന്നോടെ. ഉമ്മമാരൊക്കെ ആണെങ്കിൽ എടേ അസ്സലാമു അലൈക്കും, എന്തുണ്ട് വിശേഷം, സുഖമാണോ റാഹത്താണോ, എടി അന്ന് ഞാൻ ആ കല്യാണത്തിൻ്റെ സമയത്ത് നിന്നോട് മോശമായിട്ട് പെരുമാറി, ഒന്ന് മനസ്സിൽ വെക്കരുത് കേട്ടോ. ബസ് അത് മതി, അത് അവൾ കേൾക്കട്ടെ, മറുപടി തരട്ടെ തരാതിരിക്കട്ടെ, നമ്മളും പടച്ചോനുള്ള ആ ബാധ്യത തീർന്നു. ഇങ്ങനെ ഇപ്പം നേരിട്ട് പോയി പറയണമെന്നില്ല. പണ്ടൊക്കെ നേരിട്ട് പോയി തന്നെ പറയാൻ പറ്റുകയുള്ളായിരുന്നു. ഇപ്പോൾ നമുക്ക് ഫോൺ സംവിധാനങ്ങളുണ്ടല്ലോ, നമ്മളൊരു സലാം പറയുക, നമ്മൾ കാര്യങ്ങൾ പൊരുത്തപ്പെടാൻ പറയുക, അത് മതി. അപ്പോൾ ഇങ്ങനെയുള്ള പിണക്കങ്ങൾ വഴക്കുകളൊക്കെ മാറ്റിവെക്കുക, കുടുംബ ബന്ധം ചേർക്കുക. അതുപോലെ തന്നെ ഇപ്പോഴേ നമ്മൾ മനസ്സിൽ കരുതുക, ഇൻഷാ അല്ലാഹ് റമളാൻ ആകുമ്പോൾ എനിക്ക് ഒരുപാട് നിസ്കരിക്കണം, എനിക്ക് നോമ്പ് ഫുള്ളും പിടിക്കണം. ഉമ്മമാരെല്ലാവരും പ്രത്യേകം കരുതണം, നമ്മുടെ റമളാനിൽ തന്നെ നിങ്ങൾക്ക് എന്താകും, നിസ്കാരം ഉണ്ടാവില്ലല്ലോ, 7 ദിവസം ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ഇപ്പോഴേ കരുതുക, ഇൻഷാ അല്ലാഹ് എനിക്ക് റമളാനിലെ 30 നോമ്പും പിടിക്കണം എന്ന് മനസ്സിൽ ഇപ്പോൾ കരുതുക. റമളാനിലെ നോമ്പിൻ്റെ നീയത്തിൻ്റെ കാര്യമല്ല പറയുന്നത്, മറിച്ച് റമളാൻ 30 നോമ്പിൻ്റെയും പ്രതിഫലം കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ മനസ്സിൽ കരുതുക, ഇൻഷാ അല്ലാഹ് ഈ റമളാനിൽ എനിക്ക് 30 നോമ്പും പിടിക്കണം. നമുക്ക് ഉറപ്പുണ്ട്, കാരണം ഒരു 7 നോമ്പ് 6 നോമ്പ് പിടിക്കാൻ പറ്റൂല എന്ന്, അത് കുഴപ്പമില്ല. മനസ്സിലൊരു ഈ ഒരു കരുതൽ കൊണ്ടുവന്നാൽ ആ 30 നോമ്പും പിടിച്ച പോലത്തൊരു പ്രതിഫലം അള്ളാഹു തരും. അതുപോലെ തന്നെ തറാവീഹ് ഇൻഷാ അല്ലാഹ് നിസ്കരിക്കണം, എനിക്ക് വിത്ർ നിസ്കരിക്കണം, എനിക്ക് ഖുർആൻ ഓതണം, എനിക്ക് ദിക്ർ പറയണം, എനിക്ക് ഇഫ്താർ കാര്യങ്ങൾ നോമ്പുതുറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കണം. അതുപോലെയുള്ള നല്ല കാര്യങ്ങൾ ഇപ്പോഴേ ചെയ്യണമെന്നുള്ള ഒരു നീയത്ത് നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നാൽ ഇൻഷാ അല്ലാഹ് അതിൻ്റെ പ്രതിഫലം നമുക്കിന്ന് റമളാനിൽ അത് ചെയ്യാൻ പറ്റില്ല എങ്കിൽ പോലും അള്ളാഹു അതിൻ്റെ പ്രതിഫലം തരും. അത്ര വലിയ ഓഫറുള്ള ഒരു മാസമാണ് റമളാൻ. റമളാനെ പറ്റി പറയും ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, വിശുദ്ധമായ റമളാൻ, ആ റമളാൻ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വന്നിട്ട് ആ റമളാനിനെ ഉപയോഗപ്പെടുത്താതെ അതിനെ ഒരു കളിച്ചിരി തമാശയായിട്ട് കണ്ട് എല്ലാവരും നോമ്പ് പിടിക്കുന്നു ഞാനും നോമ്പ് പിടിക്കുന്നു, എല്ലാവരും നോമ്പ് തുറക്കുന്നു ഞാനും നോമ്പ് തുറക്കുന്നു, എല്ലാവരും നിസ്കരിക്കുന്നു, അങ്ങനെയല്ല. ഇത് ഞാനും അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. മുൻകാലങ്ങളിൽ ഒരു പ്രവാചകന്മാർക്കും കൊടുക്കാതെ അള്ളാഹു നമുക്ക് തന്നതാണല്ലോ റമളാൻ. അപ്പം അതുകൊണ്ട് ഈ റമളാൻ ഏതെങ്കിലും ഒരു മനുഷ്യൻ വെറുതെ നിസ്സാരമാക്കി കളഞ്ഞാൽ ഒരു ഖൈറും ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തത്. മാത്രമല്ല, ഒരൊറ്റ ഹദീസ് കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആഖിറത്തിൽ നിൽക്കുമ്പോൾ ഒരു മനുഷ്യനെ കൊണ്ടുവരും, അയാളുടെ കയ്യും കാലൊക്കെ ഇങ്ങനെ ചങ്ങല കൊണ്ട് മുറുക്കിയിട്ട് അയാളെ മലക്കുകൾ ദണ്ട് കൊണ്ടടിക്കുകയാണ്. നബി തങ്ങൾ പറയും, എന്നെ കാണുമ്പോൾ അയാൾ പറയും, നബിയെ എനിക്ക് വേണ്ടി ഒന്ന് ശഫാഅത്ത് ചെയ്യണേ, എന്നെ ഒന്ന് ശുപാർശ ചെയ്യണേ എന്ന് പറയുമ്പോൾ ഞാൻ അയാൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ സുജൂദിലേക്ക് വീഴും. സുജൂദിലേക്ക് വീഴുന്ന സമയത്ത് അള്ളാഹ് എന്നോട് ചോദിക്കും, എന്തിനാണ് നബിയെ സുജൂദിൽ വീണത്? അപ്പം ഞാൻ പറയും, ആ കാണുന്ന മനുഷ്യനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാനാ. അപ്പോൾ അള്ളാഹ് പറയും, ആ ഒരു കാര്യം മാത്രം ചോദിക്കരുത്, കാരണം അവൻ റമളാനിനെ നഷ്ടപ്പെടുത്തിയവനാണ്. ഒരു മനുഷ്യന്റെ രൂപത്തിൽ റമളാൻ വന്നിട്ട് പറയും, നബിയെ ഇവന്റെ ജീവിതത്തിലേക്ക് ഞാൻ ഒരുപാട് വട്ടം ചെന്നിട്ടുണ്ട്, പക്ഷെ ഇവൻ എൻ്റെ മൈൻഡ് പോലും ചെയ്തില്ല, ഇവൻ എന്നെ ഉപകാരപ്പെടുത്തിയില്ല, അതുകൊണ്ട് താങ്കൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി ശുപാർശ ചെയ്യരുത്. നബി തങ്ങൾ പറയും, ഞാൻ ആ സമയത്ത് മാറി നിൽക്കുമെന്നാണ്. കാരണം റമളാൻ എന്നോട് വന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് അതിൽ യാതൊന്നും ചെയ്യാനില്ല. അപ്പോൾ നബി തങ്ങളുടെ ശഫാഅത്ത് പോലും കിട്ടാതെ, അതായത് കാലാകാലം നരകത്തിൽ കിടക്കേണ്ട ഒരു അവസ്ഥ വരും. അതുകൊണ്ട് ഉണ്ടാവരുത്. അതുകൊണ്ട് ഈ പരിശുദ്ധമായ റമളാൻ മാസം നമുക്ക് പരിപൂർണമായി പ്രയോജനപ്പെടുത്താൻ സാധിക്കണം. അപ്പോൾ മൊത്തത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പല ആളുകളും ചോദിച്ചു, ഉസ്താദെ ഈ റമളാനിലെ നോമ്പിൻ്റെ നിയ്യത്ത് എപ്പോഴാണ് വെക്കേണ്ടത്? നിയ്യത്ത് വെക്കേണ്ടത് സുബഹിക്ക് മുമ്പുള്ള സമയത്താണ്. ഫർള് ആയ നോമ്പായതുകൊണ്ട് നമ്മൾ നാളെ പകലിലുള്ള നോമ്പ് അതിൻ്റെ നിയ്യത്ത് നമ്മൾ ഈ വരുന്ന സുബഹിക്ക് മുമ്പ് നമ്മൾ വെക്കണം. അതായത് രാത്രി വെക്കുക. തറാവീഹ് നിസ്കാരത്തിനൊക്കെ ശേഷം നമ്മുടെ എല്ലാ പള്ളികളിലും ഉണ്ടാവും, ഉസ്താദുമാർ പറഞ്ഞു തരും. എന്താ പറയുന്ന? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നവൈതു
സൗമ ഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല. ഈ വർഷത്തെ അദാ ആയ ഫർളായ റമളാൻ മാസത്തിലെ നാളത്തെ നോമ്പിന് അല്ലാഹു തആലാക്ക് വേണ്ടി പിടിച്ചു വീടാൻ ഞാൻ കരുതി. ചില ആളുകൾ ചോദിക്കും, ഉസ്താദെ, സാധാരണ നമ്മൾ നോമ്പിൻ്റെ നിയ്യത്ത് വെക്കുന്നത് ഈ തറാവീഹ് നമസ്കാരത്തിനൊക്കെ ശേഷമാണ്. അപ്പോൾ ഒരു 11 മണി 10:30 ഒക്കെ ആ ഒരു ടൈമിലാണ്. അപ്പോൾ നമ്മൾ സാധാരണ എന്താ പറയുക, നാളത്തെ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു എന്നാണ്. പക്ഷെ 12 മണി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസമായില്ലേ, അല്ലെങ്കിൽ 12 മണിക്ക് ശേഷം നിയ്യത്ത് വെക്കുന്നവർ, അല്ലെങ്കിൽ സുബഹിക്ക് മുമ്പ് നിയ്യത്ത് വെക്കുന്ന ആളുകളുണ്ടാകും. അപ്പോൾ അവരൊക്കെ നാളത്തെ നോമ്പ് എന്ന് പറയണോ? അതങ്ങനെയല്ലല്ലോ, ഇന്നത്തെ നോമ്പ് എന്നല്ലേ പറയേണ്ടത് എന്ന് ചില ആളുകൾ ചോദിച്ചേക്കാം. അതായത് രാത്രി 12 മണി കഴിഞ്ഞാൽ പിന്നെ പുതിയ ദിവസമായില്ലേ, അതാണ് അവരുടെ ചോദ്യം. എന്നാൽ ദീനുമായി നമ്മൾ നോക്കുമ്പോൾ റമളാനിൽ രാത്രി പകൽ എന്ന ആ ഒരു രൂപത്തിലാണ് പോകുന്നത്. അതായത് രാത്രി നമ്മൾ നിയ്യത്ത് വെച്ച്, അത് സുബഹിക്ക് മുമ്പ് നമ്മൾ നിയ്യത്ത് വെക്കുകയാണെങ്കിൽ, അതായത് പകൽ നാളെ എന്ന ഒരു രൂപത്തിൽ നാളത്തെ നോമ്പ് എന്നാണ് നമ്മൾ മനസ്സിൽ കരുതേണ്ടത്. അതാണ് നമ്മൾ പണ്ട് മുതലേ ചെയ്തു വരുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്താൽ മതിയാകുന്നതാണ്, പ്രശ്നമില്ല. പിന്നെ ചില ആളുകൾ നിയ്യത്ത് മറന്നുപോകും. നിയ്യത്ത് മറന്നുപോയാൽ പിന്നെ ആ നോമ്പില്ല, അപ്പോൾ പിന്നെ എല്ലാം കഴിക്കാമല്ലോ. പക്ഷേ അങ്ങനെയല്ല. ഒരാൾ നോമ്പിൻ്റെ നിയ്യത്ത് മറന്നുപോയാൽ അയാൾക്ക് ആ നോമ്പ് കിട്ടൂല. പക്ഷേ അയാൾ നോമ്പുകാരനെ പോലെ കഴിയണമെന്നാണ്. അല്ല, പിന്നീട് കളാ വീട്ടണം, ശിക്ഷയൊന്നും ഉണ്ടാവില്ല. നീ എന്തിനാണോ നോമ്പ് നിയ്യത്ത് വെച്ച് അങ്ങനെയൊന്നുമില്ല. പക്ഷേ അയാൾക്ക് എന്ത് ചെയ്യണം, പിന്നീട് അത് കളാ വീട്ടണം. പിന്നെ കളാ വീട്ടാൻ നമുക്ക് സുഖമാണ്. കാരണം റജബ് 27 നോമ്പ്, ഷാബാൻ 15 നോമ്പ്, മുഹറം 9, 10 വരുമ്പോൾ ഈ കളായി പോയ നോമ്പെന്ന് നിയ്യത്ത് വെച്ചാൽ ആ നോമ്പ് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക, നിയ്യത്ത് മറന്നു പോകരുത്. നിയ്യത്ത് മറന്നു പോയാൽ ആ നോമ്പ് കിട്ടൂല, ആ നോമ്പിൻ്റെ കൂലി കിട്ടൂല. നിയ്യത്ത് മറന്നുപോയി എങ്കിൽ അയാൾ നോമ്പുകാരനെ പോലെ അയാൾ കഴിയണം അന്നത്തെ ദിവസം. അതോടൊപ്പം തന്നെ അശുദ്ധിയുള്ള ഉമ്മമാര്, സഹോദരിമാർ ശ്രദ്ധിക്കേണ്ട, പരസ്യമായിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കൂല. പക്ഷേ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ വളരെ രഹസ്യമായിട്ടായിരിക്കണം കഴിക്കേണ്ടത്. അതുപോലെ നമ്മുടെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ മുന്നിൽ വെച്ച് കഴിക്കരുത്. കാരണം അവർ ചിലപ്പോൾ സ്കൂളിൽ പോയിട്ട് ഇന്നലെ എൻ്റെ ഉമ്മി ഭക്ഷണം കഴിക്കണം ഞാൻ കണ്ട്, എൻ്റെ കൂടി ഇന്ന് ഉമ്മി ഭക്ഷണം കഴിച്ച, അങ്ങനെ പിന്നെ അതെന്താവും, അവഹേളനപ്പെടാൻ അതൊരു കാരണമാകും. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റുള്ളവരെ പോലെ നോമ്പുകാരെ പോലെ കഴിയണമെന്നാണ്. എനിക്ക് നിസ്കാരമില്ല അതുകൊണ്ട് എനിക്കെല്ലാം കഴിക്കാം, അങ്ങനെയല്ല. നോമ്പുകാരെ പോലെ കഴിയണം. പിന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്താണെങ്കിൽ എന്ത് ചെയ്യുക, വളരെ രഹസ്യമായിട്ടായിരിക്കണം ആ ഒരു കാര്യം ചെയ്യേണ്ടത്. ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നോമ്പ് തുറക്കുമ്പോഴുള്ള ദുആ നമ്മൾ പറയും, അല്ലാഹുമ്മ ലക സുംതു അലാ റിസ്ഖിക അഫ്തർതു വദഹമല്ലമഉ വബതല്ലത്തുൽ ഉറൂഖു വതബതല്ലതു അജ്റു ഇൻഷാഅല്ലാഹ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ദിക്റുകളൊക്കെ ഉണ്ട്. ഇൻഷാഅല്ലാഹ് അതൊക്കെ വിശദമായിട്ട് നമുക്ക് വരുന്ന വീഡിയോകളൊക്കെ സംസാരിക്കാം. ഇത് മൊത്തത്തിലെ കാര്യങ്ങൾ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. റമളാനാണെ നഷ്ടപ്പെടുത്തിയാൽ വമ്പൻ നഷ്ടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമളാൻ മാസത്തെ പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കുവാനും എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യാനും അല്ലാഹു അതുവഴി സ്വർഗ്ഗത്തിൽ കടക്കുവാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ റമളാനുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാകും. അതൊക്കെ നിങ്ങൾക്ക് കമൻറ്റിൽ എഴുതിയാൽ ഇൻഷാല്ലാഹ് കഴിയുന്നത് പോലെ, എല്ലാത്തിനും ഉറപ്പ് പറഞ്ഞില്ല, കഴിയുന്നത് പോലെ അതിനുള്ള മറുപടി ഇൻഷാല്ലാഹ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് പറയാം. പിന്നെ ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു എല്ലാവരുടെയും മനസ്സിലെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കട്ടെ. എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും അല്ലാഹു തആല മാറ്റി കൊടുക്കുമാറാവട്ടെ. മരണപ്പെട്ടു എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.